ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തത്. കാരണം ഇനിയിപ്പോൾ എനിക്ക് തിരിച്ച് മൈസൂരിന് പോകാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും കാണില്ല. ഇവിടെ ആകുമ്പം കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അച്ഛനാണെങ്കിൽ കരിക്കെടുത്തതാണ്. കാരണം നമ്മുടെ അമ്പലത്തിൽ കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങമംഗലത്ത് അച്ഛനും അമ്മയും രാവിലെ പോയിട്ടുണ്ടായിരുന്നു. വൃശ്ചിക മാസമല്ലേ, അപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി കൊടുത്തു. ഇനിയിപ്പോൾ തേക്കുമല അപ്പൂപ്പന്, അതായത് മഹാദേവനാണ് കേട്ടോ, മഹാദേവ ക്ഷേത്രമാണ്, അവിടെ കൊടുക്കാൻ വേണ്ടിയുള്ളത് അച്ഛൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കാർത്തിക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മൂമ്മയുടെ കൂടെ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നില്ല. സാധാരണ ഞാൻ അങ്ങനെ ചപ്പാത്തി പരത്താറില്ല, ഞാൻ ചുട്ടു കൊടുക്കും, അമ്മയാണ് പരത്താറ് കേട്ടോ. ചിലപ്പോൾ അമ്മ രണ്ടും ചെയ്യേണ്ടി വരും. എനിക്കാണെങ്കിൽ ചിലപ്പം ഞാൻ ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ചപ്പാത്തി പരത്താമെന്ന് വിചാരിച്ചു. അപ്പം നന്നായിട്ട് ചുട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ചപ്പാത്തിക്ക് സാമ്പാറായിരുന്നു കേട്ടോ ഇവിടെ കറിയായിട്ടുള്ളത്. അപ്പോൾ ആ കോംബോ ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്കാണെങ്കിൽ ചപ്പാത്തി സാമ്പാറും ഇഷ്ടം കേട്ടോ. കടലക്കറിയും മുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കുമെങ്കിലും ചപ്പാത്തി സാമ്പാറും ഒരു പ്രത്യേക ഒരു നൊസ്റ്റുമാണ് കേട്ടോ. കാരണം പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ കഴിക്കാറുള്ളതാണ് കേട്ടോ. ഇവിടെ മാത്രം കിട്ടുന്നൊരു കോമ്പിനേഷൻ എന്ന് പറയാം. കാരണം വേറെ എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചപ്പാത്തി സാമ്പാറും. പൊറോട്ടയുടെ കൂടെ ചിലർ സാമ്പാർ കടയിൽ നിന്നൊക്കെ തരില്ലേ, പക്ഷെ അതെനിക്കിഷ്ടമല്ല കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ജസ്റ്റ് വീടൊക്കെ ഒന്ന് അടുക്കി പറക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല, ഡീപ്പ് ക്ലീനിങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് പില്ലോ കവറും അല്ലാതെ നമ്മുടെ സോഫയുടെ കവറൊക്കെ മാറ്റാറായിട്ടുണ്ട്. കാരണം കാർത്തിയാണെങ്കിൽ അതിൽ ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ കോരി ഒഴിച്ച് സെറ്റാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതിലൊക്കെ ഒന്ന് മാറ്റിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു നൊസ്റ്റുള്ള ഒരു ഗെയിം കണ്ടതാണ് കേട്ടോ. ഇതാരേലും കളിക്കാറുണ്ടോ ഈ ഗെയിം? എനിക്ക് പണ്ടാണെങ്കിൽ ഇത് ഞാനിങ്ങനെ കളിക്കാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട്. അപ്പം പത്രം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചപ്പോൾ ഇത് കണ്ടപ്പോൾ, ഈ പേജ് കണ്ടപ്പം വിട്ട് കളയാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ തന്നെ പേന എടുത്തിട്ട് അത് ചെയ്യും. അപ്പോൾ വരുമ്പോഴേ ചോദിക്കുന്നത് കാർത്തി എന്തിയെ, ഉറങ്ങുവാണോ എന്തിയെന്നാണ് ചോദിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങൾ എന്തിയെ, പുനക്കുഞ്ഞ് എന്തിയെ, ശ്രീമോൻ എന്തിയെ, അങ്ങനെയായിരുന്നു. അതായത് എന്നെയും അനിയനെ ആയിരുന്നു തിരക്കുന്നത്. ഇപ്പം ഞങ്ങളെ രണ്ടിനെയല്ല ആദ്യം തിരക്കുന്നത് കൊച്ചുമോൻ എന്ത് ചെയ്യുന്നത് കേട്ടോ. മറ്റേത് ഇതുപോലെ അച്ഛനാണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരുമ്പോൾ ഇതുപോലെ മുട്ടായി ഉണ്ടോ, എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു കേട്ടോ. വരുമ്പോഴേ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അച്ഛൻ വിളിക്കും, പുനക്കുഞ്ഞേ വായോ എന്ന്. അപ്പം അഥവാ ഞാൻ മുകളിലോ വല്ലതും ആണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വരും, എന്ത് വെച്ചാൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി വരാറുണ്ട്. ഇപ്പോൾ പക്ഷേ വരുമ്പോഴേ കാർത്തി എന്തെങ്കിലും ചോദിച്ചിട്ട് അവൻ എന്തെങ്കിലും ഒരു കളിപ്പാട്ടമോ എന്തെങ്കിലും ഉടുപ്പുകളോ അങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനാണ് അച്ഛൻ ഏറെ ഇഷ്ടം കേട്ടോ. ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് അവന് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഒരു ടോയ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇത് നമുക്ക് കാറിലും ഷോക്കേസിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഇതിലാണ് കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗത്താണെങ്കിൽ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ടി വിയിലാണെങ്കിൽ ഇതുപോലെ ബ്ലൂ ലൈനൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ ഫോണിൽ ഇങ്ങനെ വന്ന് ഞാൻ OnePlus ആയിരുന്നു ഞാൻ ഉപയോഗിച്ചത്. അപ്പം ഇങ്ങനെ വരുമെന്ന് ഇങ്ങനെ പേടിച്ചിരുന്നതേ ഉള്ളൂ. എൻ്റേത് അതിന് മുമ്പ് ഫോണ് താഴെ വീണ് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ടി വിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ കാർത്തി ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ വാങ്ങിച്ചത് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായി. അത് കണ്ടപ്പോഴേ അമ്മയെ കാണിക്കുകയാണ്, എന്നിട്ട് എനിക്കിത് കിട്ടിയെന്നുള്ള ആ ഒരു എക്സ്പ്രഷനാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് കണ്ടപ്പം ചിരി അങ്ങ് മങ്ങി. ഒക്കെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര ജാടയാണ്, അങ്ങനെ പോസ് ചെയ്തൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ എന്തായാലും ഹാപ്പിയായി. ഞാൻ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചപ്പം ചിരിച്ച് കാണിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ പറയുവാണ്, അങ്ങനെ കുലുക്കുമ്പോഴല്ല അതിൻ്റെ തല ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നത്, അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കാവൂന്ന്. പക്ഷേ കുഞ്ഞിനതറിയില്ലല്ലോ, അവൻ ഫുള്ളിട്ട് അത് കുലുക്കുവാണ് കേട്ടോ. അപ്പോഴത്തേ ഞാൻ വിചാരിച്ചു ഇപ്പം കുഞ്ഞാണെങ്കിൽ വഴക്കില്ലാതെ അമ്മയുടെ കയ്യിലിരിക്കുക. അപ്പോൾ ആ ടൈമിൽ ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. സോഫ കവറൊക്കെ മാറ്റണം. പൊടിയൊക്കെ അടിക്കുമ്പം കുഞ്ഞിനെയും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ മാറിയ ടൈമിൽ എന്നാൽ അത് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുവാണ് കേട്ടോ പെട്ടെന്ന്. അപ്പം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. കാരണം അവന് ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് നടക്കണം, അല്ലെ താഴെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ താഴെ എല്ലാം ഇങ്ങനെ വലിഞ്ഞ് പോകണം, അതാണ് ഇഷ്ടം കേട്ടോ. ഒരിടത്ത് ഇങ്ങനെ ഇരിക്കില്ലല്ലോ, ഇപ്പോൾ അതല്ലേ പ്രായം.
അപ്പോൾ എന്തായാലും കുഞ്ഞ് നടക്കുന്നതല്ലേ, അതുകൊണ്ട് പൊടിയൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. വിശന്നായിരുന്നു. അപ്പം ചോറും ചേനമെഴുക്കുവരട്ടിയും തോരനും അസ്ത്രവും ചമ്മന്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി ചോറുണ്ണാണ് കേട്ടോ. അപ്പം അസ്ത്രം ഇവിടുത്തെ അല്ല, അത് ബിന്ദോമ്മ വന്ന് വലിച്ചൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം എല്ലാം കൂട്ടി ചോറുണ്ണാണ്. നല്ല ഊണായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. പിന്നെ ചില ചെടികൾ മാറ്റി നടാനും, പിന്നെ കുറച്ച് റോസയുടെ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗമാണെങ്കിൽ പൂ വന്ന് പൊഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മുരടിച്ച് നിൽക്കുമല്ലോ, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ കട്ടിങ്ങും പ്ലാന്റിങ്ങും എല്ലാം നടത്തേണ്ട ടൈമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഓൾറെഡി അമ്മയാണെങ്കിൽ ഈ ചെടികൾ 2 എണ്ണം അത് മുറിച്ച് നട്ടിട്ട് കിളിപ്പിച്ചതാണ് കേട്ടോ. ഇനി എനിക്ക് അടുത്തത് കുറച്ച് ചെടി നടാനുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ അമ്മയാണെങ്കിൽ 2 ദിവസം മുമ്പ് ഇതുപോലെ അമ്മയ്ക്ക് കിട്ടിയ ചെടിയാണെങ്കിൽ അതോ മാറ്റി നട്ടതാണോ എന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് അന്ന് നടാൻ അമ്മയ്ക്ക് ടൈം കിട്ടിയില്ല. അങ്ങനെ ടൈം കിട്ടാത്തപ്പോൾ ഇങ്ങനെ അമ്മ വെള്ളത്തിൽ ബക്കറ്റിനകത്ത് ഇട്ട് വെക്കും കേട്ടോ. വേര് മാത്രം ഇങ്ങനെ കൊള്ളിച്ചിട്ട് വെക്കും. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ ഫുള്ള് കരിഞ്ഞു പോകത്തില്ല. നമുക്കത് ആവശ്യം കഴിയുമ്പോഴല്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് നട്ടാൽ മതി കേട്ടോ, നമുക്ക് സമയം കിട്ടുമ്പോൾ. പക്ഷേ ഒരുപാട് ദിവസമൊന്നും ഇടരുത്, ഇതുപോലെ ഡീക്കേ ആവാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് ഇന്ന് എന്തായാലും അത് ചെറുതായിട്ടൊന്ന് ആയാൻ തുടങ്ങിയതേ ഉള്ളൂ. ഞാനപ്പോഴത്തേക്ക് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ചാൽ മതി, മൂടി പിടിച്ചോളും കേട്ടോ. അപ്പോൾ മൈസൂരിലും ഞാൻ ഇതുപോലെ അമ്മ എനിക്ക് കുറേ ചെടികൾ ഇവിടുന്ന് വന്നപ്പോൾ കൊണ്ടു തന്നായിരുന്നു കേട്ടോ. പിന്നെ നേഴ്സറിയിൽ നിന്ന് അവിടെ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ വന്നപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ 1-2 ചെടികൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പറ്റുന്ന പോലെയൊക്കെ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാനിങ്ങ് പോകുന്നത് കൊണ്ട് അവിടെ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നോക്കണേന്ന്. അപ്പോൾ ചേട്ടനും ഇപ്പോൾ അതിനോടൊരു ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൈം കിട്ടുമ്പോൾ ചേട്ടനും ചെയ്യാറുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ചെടി ഇനിയും കൊണ്ട് ഇതുപോലെ തണലത്ത് വെക്കും. ഇനി 1-2 ദിവസം കഴിഞ്ഞിട്ട് അത് മൂടി പിടിച്ചു എന്നാകുമ്പോൾ മാത്രമേ അത് കുറച്ച് വെയിലത്ത് വെക്കൂ. ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ട് കേട്ടോ. കാരണം ഓർഡർ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അതിന് ഇന്ന് സമയമില്ല. ഇനി അത് വേറൊരു ദിവസം ചെയ്യാം. കാരണം എനിക്കിനി ഒരുപാട് പണികളുണ്ട്. ഇനിയിപ്പം 2 ദിവസം കൂടെ ഉള്ളൂ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ. അപ്പോൾ പിന്നെ ഓൾറെഡി ലേറ്റായി, പാക്കിംഗ് ഒക്കെ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നൊരു ദിവസം അത് ചെയ്യാം. അല്ല, ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോഴാണെങ്കിലും ചെയ്യാം. സമയം കിട്ടുവാണെങ്കിൽ ഞാനത് ചെയ്തിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ നനച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ നനച്ചിട്ടതാണ്, പക്ഷേ ഉണങ്ങിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടിട്ട് ഇതൊന്നുകൂടെ വെയിൽ കൊള്ളാൻ ഇട്ടതാണ് കേട്ടോ. അപ്പം എൻ്റേതും ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് അടക്കി വെക്കുവാണ്. കാർത്തിക്കാണെങ്കിൽ ഈ ചിരിച്ച് നാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഉമ്മ ചോദിച്ചതാണ് കേട്ടോ. ഞാൻ ഉമ്മ ചോദിച്ചപ്പം പകരം എനിക്ക് തരുന്നത് അടിയാണ് കേട്ടോ. പിന്നെ സ്നേഹം കൂടുമ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ട്.
അമ്മൂമ്മ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ വേണ്ട, അമ്മൂമ്മയുടെ പുറകെ നടന്നോളും കേട്ടോ. ഇപ്പം അമ്മയെ കാണാത്തപ്പോഴാണെങ്കിൽ മൈസൂരിൽ ഞാനും ചേട്ടനും തന്നെയല്ലേ ഉള്ളായിരുന്നു. അപ്പോഴാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് മാറത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവനെ അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാവരും ഉണ്ടല്ലോ, അപ്പം പിന്നെ അവർ മതി. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും തിരിച്ചു വരുമ്പോൾ ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത്രയും നാൾ ഇവരോടൊക്കെ സ്പെൻഡ് ചെയ്യാമെന്നാന്ന് തോന്നുന്നു അവൻ വിചാരിച്ചേക്കുന്നത്. ഞാൻ ഉമ്മ ചോദിക്കുമ്പോൾ എന്താ ജാടയാന്ന് നോക്ക്. അപ്പോൾ ഞങ്ങൾ ഇനിയും പോകുന്നത് നമ്മുടെ വസ്തുവിലാണ് കേട്ടോ. അപ്പോൾ അവിടെ കെട്ടിയപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. കെട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് പോവാണ്. അപ്പോൾ അവിടെ ഞാൻ ഇതുവരെ പോയി നോക്കിയിട്ടില്ല, കാരണം ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വന്നതാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വിചാരിക്കും ഒരുപാട് ദൂരെയാണ് പോകുന്നതെന്ന്. തൊട്ടടുത്താണ് കേട്ടോ. ഇവിടുന്ന് നോക്കിയതോ അവിടെ ഞാൻ കാണിക്കാം. ഇതോ അവിടെയാണ് വീട് കേട്ടോ. കണ്ടാ കാണുന്നതാണ് വീട്. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോഴാണ് ആ ഒരു തെങ്ങോല കണ്ടില്ലേ, അത് ഉണങ്ങി നിൽക്കുവാണ് രണ്ടെണ്ണം. അപ്പോൾ വീടിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു രസമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊന്ന് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമ്മൂമ്മ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് പറയുന്നുണ്ട് എന്തിനാ അതവിടെ നിന്നിട്ട് അത് പോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ വീഡിയോ എടുക്കുമ്പോൾ ഒരു രസമില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിൽ കയറി ഞാനത് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. ചുമ്മാ ഒരു രസം അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കാണുന്നവർ വിചാരിക്കും ഇതെന്തുവാ ഇതൊക്കെ എന്തോ ഇതിൻ്റെ കേടാണെന്ന്. പക്ഷെ ചുമ്മാ കണ്ടപ്പോൾ ഒരു രസം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം വീടിൻ്റെ ആ ഒരു വ്യൂ നോക്കിക്കേ, ഇപ്പോൾ ഒരു രസമില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.